കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ കേവലം 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി അധികാരത്തിലെത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ LDFിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ജനദ്രോഹ ഭരണത്തെ തൂത്തെറിയാനായിട്ട് കേരള ജനത ഒന്നടങ്കം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവർ മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തി സർക്കാരിനെ തൂത്തെറിയാനുള്ള ജനവിധി അവർ വോട്ടായി രേഖപ്പെടുത്തും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതിനോടകം തന്നെ നിരവധി സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം നടത്തിയ സർവേയിൽ വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ LDFിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ LDF തങ്ങളുടെ കോട്ടകളെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പല മണ്ഡലങ്ങളും ഇത്തവണ UDF കടപുഴക്കി മുന്നോട്ട് പോകും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ള പല മണ്ഡലങ്ങളിലെയും റിസൾട്ടുകൾ, അഭിപ്രായ സർവേകളും പുറത്തു വരുമ്പോൾ CPMകാർ പോലും മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. അവർ തന്നെ സ്തബ്ധരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലും മറ്റൊന്ന് മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുമാണ് ഉള്ളത്. ആദ്യം തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കയ്പമംഗലമാണ് ആ മണ്ഡലം. 2011 കയ്പമംഗലം മണ്ഡലം രൂപം കൊണ്ടത്. ആദ്യ തവണ 2011 CPIയുടെ VR സുനിൽകുമാർ അവിടെ ഏതാണ്ട് 10,000-ലധികം വോട്ടുകൾക്ക് വിജയിക്കുകയാണ്. തുടർന്ന് 2 തവണയും 2016-ലും 2021-ലും ET ടൈസണെയാണ് CPIയുടെ രംഗത്തിറക്കിയത്. ടൈസൺ അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് 2016 ഏതാണ്ട് 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ടൈസൺ വിജയിക്കുന്നത്. എന്നാൽ 2021-ലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം 22,000-ആയിട്ട് കുറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF അവിടെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് വലിയ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ NDAയിൽ അവിടെ BDJS ആണ് മത്സരിക്കുന്നത്. BDJS 2016-ൽ അവരുടെ ഒരു നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ കഴിഞ്ഞ തവണ അവർക്ക് കാര്യമായ തോതിൽ വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് UDF നടത്തുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അഭിപ്രായ സർവേ പ്രകാരം ആ മണ്ഡലം LDFന് കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ UDFന് വേണ്ടിയിട്ട് ഇത്തവണ TM നാസർ എന്ന ഒരു പുതുമുഖമാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. CPI അവിടെ സിറ്റിംഗ് MLA ആയ ET ടൈസനെ അവിടെ നിന്നും മാറ്റി പകരം KK വത്സരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നു. NDA അതുല്യ ഘോഷ് എന്ന് പറയുന്ന ഒരു നേതാവിനെയുമാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. പരസ്യ പ്രചരണം അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഈ സർവേ പുറത്തു വന്നിരിക്കുന്നത്. ആ സർവേ പ്രകാരം ആ മണ്ഡലം UDF തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ആ മണ്ഡലം UDF അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, അത് 2011-ൽ രൂപീകൃതമായ മണ്ഡലമാണ്. അന്നു മുതൽ അത് CPIയുടെ ഉറച്ച കോട്ടയാണ്, LDFിൻ്റെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ തവണ പോലും അവർക്ക് 22,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കുകയാണെങ്കിൽ അവിടെ 25,000 വോട്ടുകളുടെ ഒരു മേധാവിത്വം LDFിനുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആ മണ്ഡലം പിടിച്ചെടുക്കും എന്ന അഭിപ്രായ സർവേ, അത് സത്യം പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. UDFിൻ്റെ വലിയൊരു മുന്നേറ്റം തൃശ്ശൂർ ജില്ലയിൽ ഒന്നടങ്കമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കയ്പമംഗലം പോലെ LDFിൻ്റെ ഉറച്ച കോട്ടയിൽ UDFന് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള അഭിപ്രായ സർവേ എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടുത്തെ സിറ്റിംഗ് MLA ആയ ET ടൈസനെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് ആ സിറ്റിംഗ് MLAക്കെതിരെ വലിയൊരു വികാരം അവിടെ അലയടിക്കുന്നുണ്ട്. അവിടെ ഈ കടലോര മണ്ഡലമാണ്. അവിടെ നിരവധി മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങളിൽ ആ സിറ്റിംഗ് MLA ഇടപെട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെയൊക്കെ വലിയൊരു വികാരം, എതിർവികാരം ആ മണ്ഡലത്തിൽ നിലവിൽ LDFനെതിരെ ഉണ്ട്. അതവിടെ UDFന് അനുകൂലമായിട്ട്
മാറും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ അത് ഒരു പക്ഷേ മധ്യകാലത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അതും ഈ പറയുന്നത് പോലെ LDFിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്, CPMൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ പേര് ആറ്റിങ്ങൽ എന്നാണ്. UDFിനെ സംബന്ധിച്ച് കോൺഗ്രസ് മുൻപ് പല തവണ ഇവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. വക്കം പുരുഷോത്തമനൊക്കെ പലതവണ വിജയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം UDFിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് 2001 നമുക്കറിയാം. 2001 എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒന്നാകെ UDFിൻ്റെ തരംഗം ആഞ്ഞടിച്ച് വീശിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അന്ന് വക്കം പുരുഷോത്തമൻ അവിടെ നിന്നും ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ച് കയറിയത്. എന്നാൽ 2006 ആ മണ്ഡലത്തിൽ CPM വിജയിക്കുന്നു. ആനത്തലവട്ടം ആനത്തിനാണ് അവിടെ വിജയിച്ചത്. ആ മണ്ഡലം തിരിച്ചു പിടിച്ചതോടുകൂടി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDFിനാണ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. 2006 ആനത്തലവട്ടം ആനത്തിന് വിജയിക്കുന്നു. 2011-ലും 2016-ലും B സത്യനാണ് വിജയിക്കുന്നത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും B സത്യൻ തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2011-ൽ 30,000-ആയിട്ടും 2016-ൽ അത് 40,000-ആയിട്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ 2021-ൽ അവിടെ B സത്യനെ മാറ്റി OS അംബികയെയാണ് CPM രംഗത്തിറക്കിയത്. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഭൂരിപക്ഷത്തിൽ ചെറിയൊരു ഇടിവുണ്ടായി. എങ്കിൽ പോലും വലിയ രീതിയിൽ 31,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് OS അംബിക മണ്ഡലം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. UDFിനെ സംബന്ധിച്ച് 2001-ലെ വിജയത്തിന് ശേഷം അവർ 2ാം സ്ഥാനം നിലനിർത്തി പോന്നിരുന്നതാണ് 2016 വരെ. എന്നാൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടുകൾക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് അവിടെ കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത്, പകരം RSPക്കാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ RSPയുടെ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി. 2ാം സ്ഥാനത്തേക്ക് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി P സുധീർ കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ ഇത്തവണ അവിടെ OS അംബിക വീണ്ടും ഒരിക്കൽ കൂടി ജനവിധി തേടുന്നു. UDFിന് വേണ്ടിയിട്ട് RSP തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. RSP സന്തോഷ് ഭദ്രൻ എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെ, ഒരു ചെറുപ്പക്കാരനെ അവിടെ കളത്തിലിറക്കിയിരിക്കുന്നു. വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് സന്തോഷ് ഭദ്രൻ. ഒപ്പം തന്നെ BJP അവിടെ P സുധീറിനെ വീണ്ടും രംഗത്തിറക്കുകയാണ്. അപ്പോൾ ഇന്നലെ സർവേയിൽ പറയുന്ന പ്രകാരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ളൊരു അട്ടിമറി 2001-ന് ശേഷം ഏതാണ്ട് 2006 വരെ UDFിന് അവിടെ MLA ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ ഒരു അട്ടിമറി നടക്കാൻ പോവുകയാണ്. UDF ആ മണ്ഡലം തിരിച്ചു പിടിക്കും. അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിൽ മുൻതൂക്കമുള്ളത് UDFിനാണ്. UDFിന് വേണ്ടിയിട്ട് RSPയുടെ സന്തോഷ് ഭദ്രൻ ആറ്റിങ്ങൽ പോലെ CPMൻ്റെ കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് സർവേ പറയുന്നത്. ആ സർവേകൾ ശരിയാണെങ്കിൽ അത് കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അത് ഏതെങ്കിലും ഈ 2 മണ്ഡലങ്ങളിലെ മാത്രം പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് തോൽക്കുന്നതല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ 2 മണ്ഡലങ്ങളും LDFിനെ സംബന്ധിച്ച് അവരുടെ കുത്തക മണ്ഡലങ്ങളാണ്. അത് അവിടുത്തെ സിറ്റിംഗ് MLA-മാർക്കെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ പേരിൽ മാത്രം ആ മണ്ഡലം LDFിന് കൈവിടുമെന്ന് കരുതുക വയ്യ. ആ 2 മണ്ഡലങ്ങളും LDFിന് നഷ്ടപ്പെടുമെന്നുള്ള അഭിപ്രായ സർവേ അത് ശരിയാണെങ്കിൽ അത് കേരളത്തിൽ ഒന്നാകെ അലയടിക്കുന്ന ഇടത് വിരുദ്ധ തരംഗത്തിൻ്റെ ഒരു സൂചന മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ 2 മണ്ഡലങ്ങൾ മാത്രമായിരിക്കില്ല കേരളത്തിൽ CPM തങ്ങളുടെ പൊന്നാപുരം കോട്ടകളെന്ന് കരുതി കാത്തുവെച്ചിരിക്കുന്ന പല മണ്ഡലങ്ങളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗത്തിൽ UDF അനുകൂല തരംഗത്തിൽ നിലംപൊത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.